പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, യശയ്യാവ് 32:7 വാക്യങ്ങളിൽ പ്രവാചകൻ പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. ദരിദ്രൻ ന്യായമായി സംസാരിച്ചാലും എളിയവരെ വ്യാജവാക്കുകൊണ്ട് നശിപ്പിപ്പാൻ അവൻ ദുരുപായങ്ങളെ നിരൂപിക്കുന്നു. ഉത്തമനോ ഉത്തമ കാര്യങ്ങളെ ചിന്തിക്കുന്നു, ഉത്തമ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പ്രവാചകൻ ദൈവാത്മാവിൽ പറഞ്ഞതായ ഈ പദപ്രയോഗങ്ങളിൽ 2 തരത്തിലുള്ള സ്വഭാവ നിലവാരമുള്ളവരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടല്ലോ. ഒരു കാര്യം നാം ഓർത്തിരിക്കേണ്ടത് എന്തെന്നാൽ, അനീതിക്ക് വേണ്ടി പൊരുതുകയും പോരാടുകയും ചെയ്യുന്ന പൊതുപ്രവർത്തകർ എല്ലാ മേഖലകളിലും കാണപ്പെടാറുണ്ട്. എന്നാൽ അവരിൽ സാധാരണപ്പെട്ട ദരിദ്രന്മാരായവർ കണ്ടെന്നിരിക്കാം. നീതിക്കും ന്യായത്തിനും വേണ്ടി നിൽക്കുന്ന ഇങ്ങനെയുള്ളവരുടെ ന്യായത്തെ മറിച്ചുകളയുവാൻ ശ്രമിക്കുന്ന വ്യാജ വാക്കുകളുള്ള മനുഷ്യന്മാരുണ്ട്. ദൈവസഭയ്ക്കകത്തു പോലും ഇത്തരം സ്വഭാവക്കാർ കാണപ്പെടുമ്പോൾ ദരിദ്രനെന്നും എളിയവനെന്നും വചനത്തിൽ വിശേഷിപ്പിക്കുന്ന സാധാരണപ്പെട്ടവർക്ക് വേറെ എവിടെയാണ് നീതി ലഭിക്കുക? വേറെ എവിടെയാണ് ന്യായം ലഭിക്കുക? വേറെ എവിടെയാണ് സത്യസന്ധമായ സപ്പോർട്ട് ലഭിക്കുക? എന്നാൽ അനീതിക്കും അന്യായത്തിനും ആരെല്ലാം അവർക്കെതിരെ കൂട്ടുനിന്നാലും നീതിക്കും നീതിയും ന്യായം ഇഷ്ടപ്പെടുന്ന നീതിമാനായ ദൈവം അവർക്ക് എപ്പോഴും താങ്ങും തണലുമായി കൂടെ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയമില്ലല്ലോ. ഇനി കുറച്ചുകൂടി ആഴമായി നമുക്ക് ചിന്തിക്കാം. 32 വാക്യത്തിൻ്റെ 8 വാക്യത്തിൽ പ്രവാചകൻ ഉത്തമനെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? അതിനെക്കുറിച്ച് വിവേചിച്ച് നോക്കിയാൽ അത് നീതിക്കും ന്യായത്തിനും വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കുന്നവരെ കുറിച്ച് തന്നെയാണ്. അവർ ആരാണെന്ന് ചോദിച്ചാൽ അവർ തന്നെയാണ് യശയ്യാവ് 32:7 വാക്യത്തിൽ പറയപ്പെടുന്ന ദരിദ്രനും എളിയവനും. ആയതിനാൽ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്ന നീതിമാന്മാർക്കും നിഷ്കളങ്കന്മാർക്കും അനീതി എവിടെ കണ്ടാലും ഇഷ്ടപ്പെടുകയില്ല. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും ദൈവം ആഗ്രഹിക്കുന്നതിൽ ആക്കി തീർക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഈ സന്ദേശം നിർത്തുന്നു. ആമേൻ, ആമേൻ, ആമേൻ.